നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രനെയും അനുവിനെയും ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അവര് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഒരു ഫോൺ ചെയ്താൽ അവരിൽ ആരെങ്കിലും ഓടി വരും. ഇവിടുത്തെ കാര്യം ഓർത്ത് മാഷിന് ഒരു വേവലാതിയും വേണ്ട. ഭാനുവമ്മ ഇവിടെ ഉള്ളപ്പോ ഒരു കള്ളനും ഇങ്ങോട്ട് കയറി വരില്ല. മഞ്ചാടിയെ ഞാൻ പൊന്നു പോലെ നോക്കിയോളാം മാഷെ. കള്ളന്മാരെ മാത്രം പേടിച്ചാ പോരല്ലോ ഭാനുവമ്മേ. പണ്ടത്തെ കാലമല്ല. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പ്രശ്നങ്ങളാ ഇടുത്തി പോലെ പല കുടുംബങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും നല്ലപോലെ കരുതൽ കാണേണ്ട കാലഘട്ടം ഇത്. ശരി ഭാനുവമ്മ. ആ മഞ്ചാടിയാണല്ലോ മാഷെ. അവൾ ആരോടൊപ്പോ മാഷെ വന്നത്? അറിയില്ലോ ഭാനുവമ്മ. ഗോകുലിന്റെ വേറെ വിഷമം എന്താണെന്ന് വെച്ചാ മഞ്ചാടി ജീവൻ രാജനെ മറന്ന് മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. പക്ഷേ ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഗോകുല് മഞ്ചാടിയെ കാണാൻ കോളേജിൽ പോയിരുന്നു. അന്ന് മഞ്ചാടി വേറൊരു പയ്യന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പോകുന്നുണ്ട്. അവൻ ആളിന്റെ മുഖം കണ്ടിട്ടില്ല. ഹെൽമെറ്റ് വെച്ച് മുഖം മൊത്തം മറച്ചിരിക്കുകയായിരുന്നു. അല്ല, ഇനി നാട് വിട്ടു പോയ ജീവൻ രാജ് തിരിച്ചു വന്നതാണോ എന്ന് ആർക്കറിയാം. അതെന്റെ ഒരു ഫ്രണ്ട് അച്ഛാ. അവൻ ഈ റൂട്ടിലാന്ന് പറഞ്ഞപ്പോ ഞാനൊരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാ. ഞാൻ ഈ ബാഗ് ഒന്ന് വെച്ചിട്ട് വരാം. ധനുമേ, മാഷ് എന്താ ആലോചിക്കുന്നേ? പഞ്ചരത്നത്തിലേക്ക് പോകുന്നില്ലേ? അതാണ് ഞാനും ആലോചിക്കുന്ന ഭാനുവമ്മേ. ഇന്നിനി പോയാ രാത്രിയാവും അങ്ങോട്ട് എത്താൻ. നാളെ പോയാലോ എന്ന് ഓർക്കുക. ആ എങ്കിലതാ നല്ലത്. അവിടെ എന്തായാലും രഘു ഉണ്ടല്ലോ. ആ ഞാൻ ചായ എടുക്കാം. മഞ്ചാടിക്ക് കോളേജ് വിട്ടു വന്ന ഒരു ചായ നിർബന്ധമാ. സച്ചിൻ സാവിത്രിയും പറഞ്ഞത് ഈ പയ്യനെ കുറിച്ചായിരിക്കും. അവൻ ആരാണെന്നറിയാതെ എന്ത് സമാധാനത്തിലാ ഞാൻ ഇവിടുന്ന് പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോവാ. പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങളാണല്ലോ ഈശ്വര. എന്താടാ, നീ ഇന്ന് എങ്ങോട്ടും പോയില്ലേ? സാർ
സാധാരണ ഫ്രണ്ട്സിനെ എല്ലാം കണ്ട് രാത്രി 9 മണി കഴിയാതെ നീ വീട്ടിൽ വരാറില്ലല്ലോ. ഇപ്പൊ അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഒന്നും ഇല്ല അച്ഛാ. പിന്നെ കുറെ നേരം ക്ലബിൽ പോയിരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇപ്പൊ അതും ബോറടിച്ചു തുടങ്ങി. അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. കുടുംബത്തിൽ ഒതുങ്ങാൻ തോന്നുന്ന ഒരു നല്ല ശീലമാണ്. പിന്നെ മഞ്ചാടിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുത്തെന്ന് മോളെന്നോട് പറഞ്ഞായിരുന്നു. അതേതായാലും നന്നായി. ആ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോട്ടടാ. നിനക്കതുകൊണ്ട് നഷ്ടമൊന്നും വരില്ല. അനന്തൻ മാഷിന്റെ മകൾക്ക് നമ്മുടെ ഈ കുടുംബത്തിൽ വന്നു ചേരാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാൽ മതി. മാഷിന് ആ ഒരു പ്രയാസമൊക്കെ ഉണ്ട്. വിധിച്ചതല്ലേ നടക്കൂ. ഇനി അതേക്കുറിച്ചൊന്നും പറയണ്ടച്ചാ. പഴയതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം, അല്ലേ ഏട്ടാ? മോനെ, നീ ഒരു വാക്ക് മൂളിയാ മതി. നിനക്ക് വിധിച്ച പെണ്ണിനെ ഞങ്ങൾ കണ്ടെത്തി നിനക്ക് കല്യാണം കഴിച്ചു തരും. വിധിച്ചതിനെ കണ്ടെത്തണം അമ്മേ. അത് തനിയെ വന്ന് ചേരില്ലേ? അതെങ്ങനെയാടാ? താൻ പാതി ദൈവം പാതി എന്നല്ലേ? അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാ. അപ്പോ നമുക്ക് വിധിച്ചതിനെ ദൈവം മുന്നിൽ കൊണ്ടു തരും. അച്ഛാ, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഞാനൊന്ന് മാനസികമായിട്ടൊന്നുകൂടെ തയ്യാറെടുക്കട്ടെ. എടാ, നീ നാളെ തന്നെ കല്യാണം കഴിക്കണമെന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. നിനക്ക് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടെത്തി എല്ലാ പൊരുത്തങ്ങളും ഒക്കെ നോക്കി 2 വീട്ടുകാരും കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നാ നീ വിചാരിക്കുന്നേ? അതേടാ, ഗൂഗിളിൽ നമുക്ക് മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുക്കാം. അതാ നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. ഈ ആവശ്യമില്ലാത്ത പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ നിനക്ക് 100% ഇഷ്ടപ്പെട്ടൊരു പ്രൊഫൈൽ മാത്രം ചൂസ് ചെയ്താലും മതി. എന്റെ ഇഷ്ടം നോക്കണ്ട അച്ഛാ. എനിക്ക് അർഹതയില്ലാത്തത് മാത്രമേ ഞാൻ ഇഷ്ടപ്പെടൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തതായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് വേണ്ട. ഈ വീട്ടിലേക്ക് വരേണ്ട പെണ്ണിനെ നിങ്ങൾ എല്ലാവരോടും ചേർന്ന് തിരഞ്ഞെടുത്താൽ മതി.